രാജസ്ഥാനിലെ ജലവാറിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണുണ്ടായ അപകടത്തിൽ 7 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. 28 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. അഖിലാസ് പി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വളരെ ദാരുണമായ സംഭവമാണ് ഇന്ന് രാജസ്ഥാനിൽ ഉണ്ടായത്. ജലവാർ ജില്ലയിലെ മനോഹർ താനയിലാണ് സംഭവം. പിപ്ലോഡിയ സർക്കാർ സ്കൂളിലാണ് ഇന്ന് രാവിലെ ഏകദേശം 7:45 മേൽക്കൂര തകർന്നു വീണ് 7 വിദ്യാർത്ഥികൾക്ക് ദാരുണമായ മരണം സംഭവിക്കുന്നത്. ഈ വിദ്യാർത്ഥികളെല്ലാം പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയതായിരുന്നു. ആ ഒത്തുകൂടിയ സമയത്താണ് മേൽക്കൂര തകർന്നു വീഴുന്നതും 7 കുട്ടികൾ മരിക്കുന്നതും. ഈ 7 കുട്ടികൾക്ക് പുറമെ 28ഓളം വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ ഈ വലിയ രീതിയിലുള്ള ശസ്ത്രക്രിയക്കെല്ലാം വിധേയമാക്കിയാൽ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്നുള്ളതാണ് പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 40ഓളം പേർ ഈ അപകടം നടക്കുന്ന സമയത്തുണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഈ അപകടം നടന്ന ഉടൻ തന്നെ കൃത്യമായ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതായത് ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ 4 പ്രധാന അധ്യാപകർക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്കൂളിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ തഹസിൽദാർ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് കൃത്യമായ കത്തെഴുതുകയും കണ്ട് പരാതി പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് ഇന്ന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. 20 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. അപ്പോൾ ഈ 20 വർഷമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു അറ്റകുറ്റപ്പണികളും നടന്നില്ല. മാത്രമല്ല കുറച്ച് ദിവസമായി പ്രദേശത്ത് വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട്. ആ മഴ ലഭിച്ചതുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഒരു അപകടം നടക്കുന്നത്. ഇന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും എല്ലാവരും ഈ അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കുട്ടികളുടെ ചികിത്സാ ചെലവെല്ലാം സർക്കാർ ഏറ്റെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 7 വിദ്യാർത്ഥികൾക്ക് ഈ പ്രൈമറി സ്കൂളാണ്, 1 മുതൽ 7 വരെയുള്ള സ്കൂളാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും 8ഉം 11ഉം 12ഉം വയസ്സ് മാത്രമേ ഉള്ളൂ. ആ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ കാര്യം.